തൃശൂർ ഇരിങ്ങാലക്കുടയിൽ ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട കരുമാത്ര സ്വദേശി നൌഫലും മാതാവ് റംലത്തുമാണ് അറസ്റ്റിലായത്. വെള്ളാങ്കല്ലൂർ സ്വദേശി ഫസീലയാണ് ഗാർഹിക പീഡനത്തെ തുടർന്ന് ജീവനൊടുക്കിയത്. രണ്ടാമത് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ഭർത്താവ് നൌഫൽ വയറിൽ ചവിട്ടിയെന്നും കൈ തിരിച്ചൊടിച്ചെന്നും ഫസീലയുടെ വാട്സ്ആപ്പ് മെസ്സേജ് പുറത്തു വന്നിരുന്നു. ഫസീലയുടെ വീട്ടിൽ നിന്നും ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, അതീവ ദാരുണകരമായ സംഭവമാണ് ഉണ്ടായത്. ഫസീല, ഇപ്പോൾ അതിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്ന വിവരം വരുന്നു. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ഉള്ളത്? സംഗീത, ഗാർഹിക പീഡനത്തെ തുടർന്ന് മറ്റൊരു യുവതി കൂടി ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഫസീലയാണ്, 23 വയസ്സുകാരിയാണ്. ഇന്നലെ വീട്ടിൽ ആത്മഹത്യാ ശ്രമം നടത്തുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരിക്കുകയും ചെയ്തത്. ഫസീലയുടെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഫസീലയുടെ ഭർത്താവ് നൌഫലിൻ്റെ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിച്ച് ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഫസീലയുടെ മൃതദേഹം ഈ വീട്ടിലേക്കാണ് എത്തിക്കുക. ഫസീലയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ, നാട്ടുകാരടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ അതീവ ദുഃഖിതരാണ്. അവർ നമ്മളോട് പ്രതികരിക്കും. ഫസീലിൻ്റെ ബന്ധുവായിട്ടുള്ള നൗഷാദ് കൂടി ചേരുകയാണ്. ഒരിക്കൽ കൂടി ഈ സഹോദരിക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഉപദ്രവമേറ്റ് വാങ്ങേണ്ടി വന്നിരുന്നു. എന്താണ്? അവള് ഇടക്കിടക്ക് അവർ ഉപദ്രവിക്കാറുണ്ട്, അവനും അവൻ്റെ ഉമ്മയും കൂടി. അതാണ് കൂടുതലും ഇതിന് കാരണം. നേരത്തെ പരാതി നിങ്ങളെ അറിയിച്ചിരുന്നു? ബന്ധുക്കളൊക്കെ പരാതി ചെറിയ ചെറിയ പരാതികൾ പറയാറുണ്ട്. അപ്പോൾ അവൾ പറയുമ്പോൾ വേണ്ട, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, എനിക്ക് അവിടെ ജീവിക്കേണ്ടല്ലേ, അതുകൊണ്ട് അവളൊന്നും അങ്ങനെ ഇതാക്കാറില്ല. ഇന്നലെ ഈ മെസ്സേജ് വന്നപ്പോഴാണ് ഇത്രയും ഗൗരവമുള്ള പ്രശ്നമാണെന്ന് അറിയുന്നത്. ഈ മെസ്സേജ് വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും ഗൗരവമാണെന്നുള്ളത്. അവൾ മരിക്കുകയാണ്, ഇല്ലെങ്കിൽ അവർ എന്നെ കൊല്ലൂ എന്നുള്ള മെസ്സേജാണ് വന്നത്. സംഗീതം, നമുക്കറിയാം ഫസീലയുടെ മെസ്സേജ് സംബന്ധിച്ച വാർത്തകളൊക്കെ നമുക്കറിയാം. രാവിലെ തന്നെ നമ്മളത് സംപ്രേഷണം ചെയ്തതുമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ ഇരിക്കുകയാണ്. അതേസമയത്ത് ഇരിങ്ങാലക്കുട പോലീസിൻ്റെ നേതൃത്വത്തിൽ ഭർത്താവ് നൗസലിനെയും അതോടൊപ്പം തന്നെ നൗഫലിൻ്റെ അമ്മ റംലത്തിനെയും കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റ് പ്രതികളുടെ രേഖപ്പെടുത്തി. ഗാർഹിക പീഡനം, അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് ഇന്ന് തന്നെ ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അതീവ ദുഃഖാർത്തരാണ്. 1.5 വർഷം മുൻപായിരുന്നു ഫസീലയുടെ വിവാഹം കഴിഞ്ഞത്. 16 പവൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്താണ് ഫസീലയെ വിവാഹം കഴിച്ചയച്ചത്. ഈ തുക പോരാ, സ്ത്രീധനം ഇനിയും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ ഫസീലയ്ക്ക് ഭർത്താവും ഭർത്തൃമാതാവും ഉപദ്രവിച്ചിരുന്നതായി ഈ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ, പിതാവടക്കമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഏതായാലും പോലീസ് വേഗത്തിൽ തന്നെ കേസിൽ ഇടപെടുകയും ഈ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും പ്രതികളെ എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു. അല്പസമയങ്ങൾക്കകം മൃതദേഹം കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് എത്തിക്കും. സംഗീത. ശരി ലെവിൻ, എന്താണെങ്കിലും വീണ്ടും ഗാർഹിക പീഡനവും തുടർന്നുള്ള ആത്മഹത്യകളുമൊക്കെ സംസ്ഥാനത്തുണ്ടാവുന്ന സാഹചര്യമാണുള്ളത്. ലെവിൻ കെ വിജയനാണ് വിശദമായ വിവരങ്ങൾ ആ വീട്ടിൽ നിന്നും പങ്കുവച്ചത്.